പാലക്കാട്. എനിക്ക് 4 കുട്ടികൾ, ഭർത്താവുണ്ട്, 10 പേരക്കുട്ടികളുണ്ട്. 4 കൂടി. പിന്നെ അംഗൻവാടി ടീച്ചറാണ്. എനിക്ക് ഒരേ ഒരു കുട്ടി, ഒരു മകന്, ഒരു മകന്, എന്റെ കുട്ടി, എന്റെ ഭർത്താവ് മാത്രം. എല്ലാവർക്കും അറിയാം ഞാൻ കളക്കണ്ടൻ ആസിയ. പിന്നെന്താ 2 മക്കള്, ഒരു മോനും ഒരു മോളും. ഹൗസ് വൈഫാണ്, ജോലിയൊന്നുമില്ല. ഒരു ചൂടിനോട് കുട്ടികളുണ്ട്, ഒരാണ് 2 പെണ്ണ്, 6 പേരക്കുട്ടികളുണ്ട്. ഹൗസ് വൈഫാണ്. കല്യാണം കഴിച്ചിട്ട് വരുന്നത് കണക്കായിരുന്നു. വീട് വെച്ചിട്ടുള്ള കണ്ടുമാർക്ക് തന്നെ പോലെ മക്കളാണ്. എനിക്ക് 2 ആൺമക്കളാണ്. കേരളത്തിലെ എന്റെ പെരുന്നാളാണ്. രണ്ട് മക്കളാണ്, ഒരാണ് ഒരു പെണ്ണും. എന്റെ വീട് കല്യാണം കഴിച്ചിട്ട് വായിക്കാനല്ല. പിന്നെ 6 മക്കളുണ്ട്, 3 പെണ്ണുണ്ട്. ഞാൻ ആസിയ, 4 പേരക്കുട്ടികളും. ഞങ്ങൾ 4 പേരക്കുട്ടികളും പൂക്കുളത്തിൻ്റെയാണ് താമസം. പറഞ്ഞിട്ടില്ലേ, അവർക്ക് 3 മക്കള്, ഒരാണും 2 പെണ്ണും. പിന്നെ ഭർത്താവ് കൊടുക്കില്ലാണ്, 3 കൊടുക്കും. ഞാൻ കല്യാണം കഴിച്ചിപ്പോൾ 4 മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, വീട്ടിലെ ജോലി. കുഞ്ഞാസിന്റെ കല്യാണം കഴിച്ചിപ്പോൾ 4 മക്കളുണ്ട്, 7 പേരക്കുട്ടികളും, ഭർത്താവും സുഖാവും. പിന്നെ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. ഞാൻ മകളാണ്. ഇതിന്റെ അങ്ങനെ എല്ലാവരും അറിയണ്ടാവും. നമുക്ക് 7ാം ക്ലാസ്സിലൊക്കെ പോയി. 2ാം ക്ലാസ്സിൽ പുറത്തുകയറി പോയി. അരക്കൊല്ലോട് പോയി. 2ാം ക്ലാസ് ഞാൻ ലക്ഷ്മി. എല്ലാവർക്കും പരിചയമുണ്ടാവും. ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് 2ാമത് മക്കളാണ്. 4 ആൾ വീട്ടിൽ തന്നെ. 4 മക്കൾ. 2 പെണ്ണും ഒരാളും. 3 കല്യാണം കഴിഞ്ഞു. ഒരാൾക്ക് ഒരു കുട്ടി, ഒരാൾക്ക് 2 കുട്ടി, മകനെ കുട്ടി. 2 മോശം പെണ്ണാണ്. പിന്നെ 3 മക്കളാണ്. ഭാര്യയുണ്ട്. പിന്നെ ഞാൻ
മനസ്സിലായിട്ടുണ്ടാവും. ഞാനും ഈ പറഞ്ഞ സ്കൂളിൻ്റെ താഴെ തന്നെ കളരിക്കൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. കമ്പോസിലൊക്കെ ജോലി ചെയ്യുന്ന അബ്ദുറഹ്മാൻ പറയാം, അയാൾ ജ്യേഷ്ഠൻ്റെ മകനാണ്. ഇത് 4 കുട്ടികളാണ്. ഇവിടുത്തെ ഈ 4 കുട്ടികളാണ്. ഭാര്യ ടീച്ചർ. എൻ്റെ മമ്മിക്ക് അറിയിക്കാന്ന് പറഞ്ഞു. സത്യമാണ് കേട്ടോ, അറിയാത്തതുകൊണ്ടൊക്കെ പറഞ്ഞത്, വേറെ ഒന്നുകൊണ്ടല്ല. എൻ്റെ പേര് അറിയാലോ, ഗിരിജ. എല്ലാവരും പറയുന്നത് ഹിന്ദിത്ര മകള്. കൊണ്ടുകൂടി ഞാൻ ആ നിലയ്ക്ക് തന്നെ പറയുന്നു മാത്രം. ഇപ്പം ഞാൻ ചേലക്കര, തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര, കുറച്ച് ദൂരെയാണ് ഞാനും സൈനിക്ക് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പം കേച്ചാറ്റടിക്കും നമ്മളെ കേൾക്കില്ല. അത് ഏറ്റവും ചെറുപ്പം ഞാനാണ്. ഇവിടെ ഈ സ്കൂളിൻ്റെ താഴെ ഇപ്പോൾ എടോഴിയല്ല, റോഡാണ്. അപ്പോൾ ആ എടോഴിയിൽ കൂടെ നമ്മൾ പോകണമെങ്കിൽ സുഖമായിട്ട് കഴിയുന്നു. പിന്നെ ഇന്ന് അറിയാത്തവരാരും തൊഴിൽ ഓട്ടോറിക്ഷ. എൻ്റെ ഓട്ടോറിക്ഷ കയറാത്ത ആൾക്കാർ കമ്മിയായിരുന്നു, കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് 3 മക്കളാണ്. ഒരു പെൺകുട്ടി, 2 ആൺകുട്ടി. പെൺകുട്ടിക്ക് 2 കുട്ടിയുണ്ട്. ഒരു 7 വയസ്സായ കുട്ടിയുണ്ട്, ഒരു 4 വയസ്സായ കുട്ടിയുണ്ട്. 2 മക്കളാണ്. കെട്ടിക്കാരെ പിന്നെ എനിക്ക് 4 മക്കളാണ്. 2 ആണും 2 പെണ്ണും. അതിലൊന്ന് ട്വിൻസാണ്, 8 കുട്ടികളാണ്. ഞാൻ ഒരാഴ്ചയായിട്ടുള്ള വന്നിട്ട് വിദേശിയാണ്. ഇവിടുത്തെ കുളത്തിൻ്റെ അവിടെ ഉണ്ട്. മക്കളെ കല്യാണം ചെയ്തിട്ടില്ല. ഒരാൾക്ക് 19 വയസ്സായി, മൂത്തവർക്ക്. മറ്റവർക്ക് പിന്നെ 15 വയസ്സായി. അതിൻ്റെ താഴെ 12 വയസ്സായി. 2 8 പെണ്ണുമാണ്. 2 ആൾക്കാർ വിളിച്ചു. പേര് ശിവശങ്കരൻ. എൻ്റെ അഡ്രസ്സ് ആദ്യം കാവാട്ടിൽ. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ താമസം, ഇപ്പോൾ സ്കൂളിൽ പഠിക്കും. ഇപ്പോൾ നമ്മുടെ വരയെത്തി താമസം. പിന്നെ അച്ഛൻ്റെ പേര് ഇപ്പോൾ ചേരിയപ്പറമ്പിലാണ്. അതായത് എന്തെങ്കിലും ആവശ്യത്തിന് കാവാട്ടിൽ നിന്ന് കാണും ശിവശങ്കരൻ. അപ്പോൾ അതിപ്പോൾ വന്ന് ചേരിയപ്പറമ്പിലാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും അതിലോ വീട്ടിലതിന് കാണുമ്പോൾ ഇവരല്ലാതെ വർത്താനം പറഞ്ഞത് ഇവരൊരാളാണെന്നുള്ള ശ്രദ്ധ ഞാൻ കണ്ടു ഇപ്പം പാടെ പറഞ്ഞു. പിന്നെ അതേമാതിരി എനിക്ക് 2 കുട്ടികളാണ്. ഒരു പെണ്ണൂരാണ്. പെണ്ണെ കല്യാണം കഴിച്ച് പഞ്ചകൃഷികളാണ്. അവർക്ക് 2 കുട്ടികളാണ്. പിന്നെ മകൻ ചെറുതായിട്ട് ഞാൻ ഗ്രൂപ്പിൽ തന്നെ വന്നു. ആർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ എന്തായാലും വരാൻ വിചാരിച്ചത്. ആർക്കും അറിയില്ലെങ്കിൽ ചിലപ്പോൾ ഇനി കൂടുതൽ ആയുസൊന്നും ഉണ്ടായില്ലെങ്കിലും എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ട് വേഗം ഓടി വന്നു. പ്രോഗ്രാം ഉണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ ഇതുപോലെ. എന്നിട്ട് അവർ 2:30 അവിടെ നിന്ന് ഒഴിവാക്കി പോകുന്നത്. പടിഞ്ഞാറങ്ങാടി അധിക ദൂരമൊന്നുമില്ല. നമ്മൾ പട്ടാ എത്രാം ക്ലാസ്സിലാണ്? എവിടെയാ? ഏത് സ്കൂളാണ്?